നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ ഹാപ്പിയാണോ? അതല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണോ? പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിന്റെയും വാശിയുടെയും ചെറിയൊരു പ്രശ്നത്തിന്റെയൊക്കെ പുറത്താണ് പല ഡിവോഴ്സ് കേസുകളും നടക്കുന്നത്. പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീർക്കാൻ പറ്റാവുന്ന കേസുകളൊക്കെ പലരും ഇടപെട്ട് അതിനെ വഷളാക്കിയിട്ടാണ് പല ഡിവോഴ്സ് കേസുകളിലേക്കും ഇത് എത്തി നിൽക്കുന്നുണ്ടാവുക. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡിവോഴ്സ് കേസിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. പക്ഷെ കേസ് എടുത്ത് നോക്കിയാലോ സെയിം പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ അന്നൊക്കെ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും ആരടുത്തും പറയാത്തൊരു വിഷയങ്ങളും ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു കാര്യം നടക്കുന്നില്ല. ഒരിക്കലും ഞാൻ ഡിവോഴ്സ് ആക്കരുത്, ഡിവോഴ്സിലേക്ക് പോകരുത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളൊരു ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇരുന്ന് ആലോചിച്ചിട്ട് നല്ലൊരു പെർഫെക്റ്റ് തീരുമാനം വേണം നിങ്ങൾ എടുക്കാൻ. പരസ്പരം മ്യൂച്വലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അല്ലാതെ പെട്ടെന്നുള്ളൊരു തീരുമാനം ആവരുത്. അത് കാരണം വേദനിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മക്കള്. അവർക്ക് ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ടുള്ള പാരൻസിനെ അല്ല അവർ ആഗ്രഹിക്കുന്നത്. ഉപ്പാന്റെയും ഉമ്മാടെയും കൈ പിടിച്ച് നടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മൾ കാരണം നമ്മളെ മക്കൾ വിഷമിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളെ സ്നേഹം കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് തീരുമാനം എടുക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം അവസാനത്തെ ഒരു തീരുമാനമാക്കുക ഡിവോഴ്സ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യും.